ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ട് 9 വാട്ടിൻ്റെ DC ബൾബ് വളരെ സിമ്പിളായി 15 രൂപ ചെലവിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ LED ബൾബിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കംപ്ലൈന്റ് ആയ ബൾബ് എടുത്ത ശേഷം അതിന്റെ മുകളിലത്തെ കവർ അഴിച്ചെടുക്കണം. ചില കമ്പനികളുടെ ബൾബിന്റെ മുകളിലത്തെ കവർ അഴിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബലത്തിൽ പിടിച്ചാൽ മതി, അഴിഞ്ഞു പോന്നോളും. ഞാനെടുത്ത LED ബൾബിന്റെ അകത്ത് ഹീറ്റ് സിങ്ക് ഇല്ലാതെ ഡയറക്റ്റ് DOB ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നല്ലത് ഹീറ്റ് സിങ്ക് ഉള്ള മോഡലാണ്. ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ ബൾബ് ആണെങ്കിൽ 12 വോൾട്ടിന്റെ LED ചിപ്പ് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ DOB അഴിച്ചെടുക്കണ പോലെ തന്നെ ഹീറ്റ് സിങ്ക് ഉള്ള മോഡലിൽ ഹീറ്റ് സിങ്കും അഴിച്ചെടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ബൾബിന്റെ ഉള്ളിലത്തെ സർക്യൂട്ട് ബോർഡ് നമുക്ക് ഊരിയെടുക്കാം. ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി ഒരു നോസിൽ പ്ലെയർ ടിങ് വലിച്ചാൽ മതി, അഴിഞ്ഞു വന്നോളും. ഞാനിവിടെ ഈ ബൾബിന്റെ DOB അഴിച്ചു മാറ്റിയ ശേഷം ഇതേ സൈസിൽ തന്നെയുള്ള വേറൊരു ബൾബിന്റെ ഹീറ്റ് സിങ്കിലാണ് നമ്മുടെ LED ചിപ്പ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ഹീറ്റ് സിങ്ക് ഉള്ള മോഡൽ ബൾബാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ LED ചിപ്പ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് LED ചിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി B22 ക്യാപ്പിൽ നിന്ന് 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. B22 ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് വയറുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലുണ്ടായിരുന്ന ലെഡ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉള്ളിലത്തെ ഹോൾ കാണാൻ പാകത്തിനാക്കണം. ഈ B22 ക്യാപ്പിലെ ലെഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു പോകാതെ നോക്കണം. പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിലേക്ക് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. 2 ചെറിയ കഷ്ണം വയറെടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ബൾബിൻ്റെ ഹൗസിങ്ങിൻ്റെ ഉള്ളിക്കട B22 ക്യാപ്പിൻ്റെ ഹോളിക്കട പുറത്തേക്ക് എടുക്കണം. 2 വയറുകളും ഇതുപോലെ പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് സോൾഡർ ചെയ്യാം. ഇത് രണ്ടും സോൾഡർ ചെയ്യുമ്പോൾ പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ സോൾഡർ ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ബൾബിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന 9 വാട്ടിൻ്റെ LED ചിപ്പാണ്. ഇത് മീഷോയിൽ നിന്ന് 154 രൂപയ്ക്കാണ് 10 എണ്ണത്തിൻ്റെ പാക്കറ്റ് വാങ്ങിയത്. അടുത്തതായിട്ട് നമ്മുടെ ബൾബിൻ്റെ ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് സിങ്ക് കയറ്റി വെക്കണം. ഹീറ്റ് സിങ്ക് കയറ്റി വെക്കുന്നതിന് മുമ്പ് ഹീറ്റ് സിങ്കിൻ്റെ നടുക്കുള്ള ഹോളിക്കട വയറുകൾ പുറത്തേക്ക് ഇട്ടിട്ട് ശേഷം വേണം കയറ്റി വയ്ക്കാൻ. ഹീറ്റ് സിങ്ക് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. ഈ LED ചിപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് LED ചിപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് കുറച്ച് ഇട്ട് കൊടുക്കണം. ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇടുമ്പോഴായാലും നമ്മുടെ കയ്യിലൊന്നും അധികം പറ്റിക്കാതെ ഇടുന്നതാണ് നല്ലത്. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് LED ചിപ്പിൻ്റെ ബാക്ക് സൈഡിൽ തേച്ച ശേഷം LED ചിപ്പിൻ്റെ സെൻറ്ററിലുള്ള ഹോളിക്കടെ 2 വയറുകളും കയറ്റിയെടുക്കണം. ഹീറ്റ് സിങ്കിലേക്ക് കറക്റ്റായിട്ട് വെച്ച് LED ചിപ്പ് നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാം. ഹീറ്റ് സിങ്കിൽ തന്നെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകളുണ്ട്. ആ ഹോളുകളിലേക്ക് തന്നെ സ്ക്രൂ ചെയ്തെടുക്കണം. 2 സ്ക്രൂകളും നന്നായിട്ട് സ്ക്രൂ ചെയ്തെടുക്കണം. LED ചിപ്പ് ഹീറ്റ് സിങ്കിലേക്ക് നന്നായിട്ട് ടച്ച് ആയിട്ടിരിക്കുന്ന രീതിയിൽ. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് വയറുകൾ രണ്ടും LED ചിപ്പിലേക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഇത് സോൾഡർ ചെയ്യുന്ന സമയത്ത് വേറെ എവിടെയും ടച്ച് ആകാതെ കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്തെടുക്കണം. LED ചിപ്പിലേക്ക് വയറുകൾ സോൾഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ബൾബിൻ്റെ ഹോൾഡറിലേക്ക് ഇടുന്ന സമയത്ത് തെളിഞ്ഞില്ലെങ്കിൽ ബൾബ് ഊരിയിട്ടൊന്ന് തിരിച്ചിട്ടാൽ മതി, ഓക്കെ ആയിക്കോളും. LED ചിപ്പിലേക്ക് 2 വയറുകൾ നന്നായിട്ട് സോൾഡർ ചെയ്ത ശേഷം ബൾബിൻ്റെ മുകളിൽ വരുന്ന കവർ പോലത്തെ ഗ്ലാസ് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ മതി, നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. ഫ്രണ്ട്സ്, നമ്മുടെ ബൾബ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി സാധാ ബൾബിൻ്റെ ഹോൾഡറിൽ 2 വയറുകൾ ഫിറ്റ് ചെയ്ത ശേഷം വയറിൻ്റെ അറ്റത്ത് 2 ബാറ്ററി ക്ലിപ്പുകളും ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബൾബ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലാണ്. ഹോൾഡറിൻ്റെ ഉള്ളിലേക്ക് ബൾബ് കയറ്റി വയ്ക്കാം. 12 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്ത് ബൾബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കിട്ടിലും വെട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ബൾബ് ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ DC സോളാർ സിസ്റ്റം ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ കണക്ട് ചെയ്ത് തെളിക്കാൻ സാധിക്കും. ഇതുപോലത്തെ 12 വോൾട്ടിൻ്റെ DC ബൾബ് ഉണ്ടാക്കി നൈറ്റ് ഫുള്ള് തെളിക്കുന്നുണ്ട്. 3 മാസമായിട്ട് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഈ ബൾബ് വീഡിയോയിൽ കാണുന്ന പോലെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈസി ആയിട്ട് നല്ല വെട്ടത്തിൽ തെളിക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2 പേര് ഇതുപോലത്തെ DC ബൾബിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാവുന്ന കമൻറ്റ് ഇട്ടായിരുന്നു. അതാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.